SLC പബ്ലിക് എക്സാം സോഷ്യലിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് എയർലി സ്ട്രഗിൾസ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളെപ്പറ്റി ചോദിച്ചു തരിക. നമുക്കറിയാം 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ 1917 ചമ്പാരൻ സ്ട്രൈക്കിന് വേണ്ടിയാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തിയത്. ഗാന്ധിജി നടത്തിയ ഫസ്റ്റ് കോമൺ ഒരു സാധാരണ സ്ട്രഗിളായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫൈറ്റായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം എന്തിനായിരുന്നു? നീല കർഷകരുടെ സമരമായിരുന്നു. ഇൻഡിഗോ ഫാർമേഴ്സിന് വേണ്ടിയുള്ള സ്ട്രഗിളായിരുന്നു. അതുകൊണ്ട് അതെന്താണ് പഠിച്ചിരിക്കുക. രണ്ടാമത്തെയാണ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. അഹമ്മദാബാദ് തുണിമിൽ സമരം എന്തിനു വേണ്ടിയായിരുന്നു? അവരുടെ വേജസ് കൂട്ടാൻ വേണ്ടി. അവർക്ക് ശമ്പളം കുറവായിരുന്നു. മൂന്നാമത് നടത്തിയതാണ് കേദാ സ്ട്രൈക്ക്. കേദാ കർഷക സമരം, പെസന്റ് സ്ട്രഗിൾ. അവർക്ക് ഒന്നാമത് ഡിസാസ്റ്ററൊക്കെ കാരണം ഫ്ലഡുമൊക്കെ കാരണം അവരുടെ കൃഷിയെല്ലാം നശിച്ചിരിക്കും. അന്നേരം അവർക്ക് ടാക്സ് ഉണ്ട്. ആ ഒരു ടാക്സ് റിലാക്സേഷൻ, അല്ലെങ്കിൽ ടാക്സ് വെട്ടിക്കളയുക, അല്ലെങ്കിൽ ടാക്സ് കുറയ്ക്കാൻ വേണ്ടി അവരപേക്ഷിച്ചു. അതിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതെന്ന് പറയുമ്പോൾ 1917 ചമ്പാരൻ സ്ട്രൈക്ക്, 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്കും കേദാ സ്ട്രൈക്കും വരുന്നത്. ഈ ഒരു ഡേറ്റ് ഉൾപ്പെടെ പഠിച്ചാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്ന ആ ഒരു ടീച്ചറിന് മനസ്സിലാവും കുട്ടിക്ക് ആ പാഠത്തെ പറ്റി അറിയാം. കാരണം ഡേറ്റ് എഴുതിയാൽ 1 മാർക്കാണ്. ഡേറ്റ് എഴുതിയാൽ 1 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 1 അല്ലെങ്കിൽ അര മാർക്ക് അവിടെ കിട്ടും. അതിനാൽ നിങ്ങൾ ഡേറ്റ് എഴുതണം. 1917 ചമ്പാരൻ സ്ട്രൈക്ക്, 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്കും കേദാ സ്ട്രൈക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ചമ്പാരൻ സ്ട്രൈക്കിനകത്ത് രാജ്കുമാർ ശുക്ല എന്നൊരു അവിടുത്തെ നേറ്റീവ് ആയിരുന്നു അദ്ദേഹത്തെ ക്ഷണിച്ചത്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചേർക്കാം. എന്തായാലും ഈ പ്രാവശ്യത്തെ SSLCക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണത്. അതിനാൽ അതൊരിക്കലും വിട്ടുപോകല്.